എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് INC-യുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമമായിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം. ഇത് 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് A.O. ഹ്യൂം ആയിരുന്നു, അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും A.O. ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയും ചേർന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 1885 ഡിസംബർ 28 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ INC ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന A.O. ഹ്യൂമിനെയാണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയും A.O. ഹ്യൂം തന്നെയായിരുന്നു. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിയും അലൻ ഒക്ടേവിയൻ ഹ്യൂം തന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന W.C. ബാനർജി ആയിരുന്നു. ഇദ്ദേഹം തന്നെയാണ് 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. 1885-ലും 1892 സമ്മേളനത്തിലുമായിരുന്നു ഇദ്ദേഹം പ്രസിഡന്റായത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് W.C. ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി പ്ലേഗ് കാരണമായിരുന്നു. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വാൾവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വില്യം വെഡർബേൺ ആണെങ്കിലും PSCയുടെ ഉത്തരമായി വരുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിക്കപ്പെട്ട ആകെ പ്രമേയങ്ങളുടെ എണ്ണം 9 എണ്ണവുമാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. 1887 സമ്മേളനമാണ് മദ്രാസിൽ വെച്ച് നടന്നത്. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന. 1889 ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖയാണ് ബ്രിട്ടീഷ് കമ്മിറ്റി എന്നുള്ളത്. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1905 ബനാറസ് സമ്മേളനം. ഗവൺമെന്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയാനായി സെഡീഷ്യൽ മീറ്റിംഗ് ആക്ട് പാസാക്കിയത് 1907 കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് പിളർപ്പിനെ തുടർന്നാണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആനന്ദ മോഹൻ ബോസ്. അതേപോലെ കോൺഗ്രസ് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. 1908 മദ്രാസ് സമ്മേളനമായിരുന്നു കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം. 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് റാഷ് ബിഹാരി ഘോഷ് ആണ്. അതേപോലെ 2 പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 1908 കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ഇദ്ദേഹം തുടർച്ചയായി പ്രസിഡന്റ് ആയിരുന്നത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1901 കൽക്കട്ട സമ്മേളനം. ഈ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നത് ദിൽഷാ-ഇ വാജ്പേയി ആയിരുന്നു. അതേപോലെ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1912 നടന്ന ബങ്കിപ്പൂർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1907 പിളർന്നു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അതിനുശേഷം 1918 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്നിട്ടുണ്ട്. അതിന്റെ കാരണമാണ് മൊണ്ടേഗ്യു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ മിതവാദികളിൽ ഒരു വിഭാഗം അംഗീകരിച്ചു. ഇത് ആയിരുന്നു 1918 പിളർപ്പിന് കാരണം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്
തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്നത് നുകം വെച്ച കാളകളായിരുന്നു. 1978 മുതലായിരുന്നു കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമായി തുടങ്ങിയത്. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ഡിസംബർ 31 നടന്ന ലാഹോർ സമ്മേളനം. കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1931 ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങളാണ് 1932 ന്യൂഡൽഹി സമ്മേളനവും 1933 കൽക്കട്ട സമ്മേളനവും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് രൂപീകരിക്കപ്പെട്ടത് 1934 25 അംഗങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. 1927 ബ്രസൽസിൽ വെച്ച് നടന്ന കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണലൈസ്ഡ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹിയുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് JB കൃപലാനിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് പട്ടാഭി സീതാരാമയ്യയുമായിരുന്നു. കോൺഗ്രസ് രൂപീകരണ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയും പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭുവും വൈസ്രോയ് ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് റഫറിൻ പ്രഭുവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റാൻഡോൾഫ് ചർച്ചിൽ പ്രഭുവും അതേപോലെ ബോംബെ ഗവർണറായിരുന്നത് ലോർഡ് റേയുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് 5 വനിതകളായിരുന്നു. അവർ ആനി ബസന്റ് 1917 ആനി ബസന്റും സരോജിനി നായിഡു 1925 നെല്ലി സെൻഗുപ്ത 1933 ഇന്ദിരാഗാന്ധി 1959 സോണിയാഗാന്ധി 1998 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ PDF കിട്ടാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ഇതുപോലുള്ള ലോങ് വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സപ്പോർട്ട് ചെയ്യുക.